Good afternoon. Okay. എവിടെ വരെയൊക്കെ എടുത്തേന്ന് ഓർക്കുന്നുണ്ടോ? എവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? TP അല്ലേ പറഞ്ഞോണ്ടിരുന്നത്? യെസ്, ഓർക്കുന്നുണ്ട് എന്ന് തമ്മിട്ടിട്ടുണ്ട്. റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറയാ? TPA നെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? രേഷ്മ കേട്ടോ. TPA എന്താ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അതായത് പേജ് നമ്പർ ആണോ? പേജ് നമ്പർ 8. ഫോർത്ത് മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ്. പേജ് നമ്പർ 8. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ TPA വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലെ? TPA എന്ന് പറഞ്ഞ എന്താണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞു TPA എന്ന് പറഞ്ഞ എന്താ? ഒരു കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ആകാം. എന്തിനുള്ളത്? ദാറ്റ് ഹോൾഡ് എ ലൈസൻസ് ഫ്രം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. IRDA യിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ടുള്ള അല്ലെ? എന്തിനുള്ള ലൈസൻസാ? ടു പ്രോസസ് ദ ക്ലെയിം. ക്ലെയിം പ്രോസസ് ചെയ്യാൻ IRDA ലൈസൻസ് കിട്ടിയിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരു കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ആകാം TPA എന്ന് പറയുന്നത്. ആ പ്രോസസ് എന്ന് വരെയും ക്ലൈം പ്രോസസ് ക്ലൈംസ് എന്ന് വരെയും അവിടെ അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡാഷ് ഈസ് എ കമ്പനി, ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് TPA എന്ന് ചോദിക്കാം. എവിടെ വരെ വേണം? ടു പ്രോസസ് ക്ലൈംസ്, അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? TPA function as an intermediary between insurance provider. ആരാ ഇൻഷുറൻസ് പ്രൊവൈഡർ? ആരാ? ഇൻഷുറൻസ് കമ്പനിയും ആൻഡ് ദ ഇൻഷുർഡ്. ഇൻഷുറൻസ് എടുത്ത ആളില്ലേ? ഇൻഷുർഡും അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ, അവർക്കിടെ 2 പേർക്കിടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്ററി ആയിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. അതാണ് TPA ഫംഗ്ഷൻ. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. TPA ഫംഗ്ഷൻ ആസ് ആൻ ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ ആരുടെ ഇടയില്? ഇൻഷുറൻസ് പ്രൊവൈഡറിനും ഇൻഷുർഡിനും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ TPA സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പങ്കാളികൾ ആരൊക്കെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA ആരൊക്കെയാ വരുന്നത്? ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഇൻഷുറൻസ് കമ്പനി. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവരാരാ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഹോസ്പിറ്റൽസ്. ദെൻ പോളിസി ഹോൾഡേഴ്സ്, പോളിസി എടുക്കുന്ന ആള് അല്ലെ? അതായത് ആരാ? പേഷ്യൻസ്. ഇവരെല്ലാവരും ആരാ? TPA ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, TPA പങ്കാളികളാണ്. ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡർ. ആ 3 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിടണം. ആ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പോയിന്റില് TPA എന്താണ്? എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. പിന്നെ പ്രോസസ് ക്ലെയിം എന്ന് വരെയും അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അടുത്തത് TPA ഫംഗ്ഷൻ എന്താ? ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻഷുർഡ് തമ്മിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഫംഗ്ഷൻ. പിന്നെ TPA പങ്കാളികൾ ആരൊക്കെയാണ്? TPA സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതങ്ങനെ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA ആരൊക്കെയാണ് പങ്കാളികള്? ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത്ര ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ അത്രയും സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് പോർഷൻസിലേക്ക് പോകാം നമുക്ക്. ദൃശ്യ, സജ്ജന, ഓക്കെ, ബിൻസി, ഓക്കെ. ഇനി നോക്കി, who are all there in a TPA and what do they do? ഇനി അടുത്തത് എന്താ പറഞ്ഞേ? TPA ആരൊക്കെ ഉള്ളത്? TPA ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അതുപോലെ നമ്മള് TPA എന്താണ് ചെയ്യുന്നത്? ആൻഡ് വാട്ട് ഡു ദേ ഡു? അവര് എന്താണ് ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ ഓഫ് IRDA, നമ്മൾ മുകളിൽ പഠിച്ചതാണല്ലോ. IRDA എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി.
മോളി പറഞ്ഞതല്ലേ IRDA? അതിന്റെ മുന്നേ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതല്ലേ IRDA? IRDA എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. അതെ, പറഞ്ഞതാണ്. അപ്പൊ നോക്കിയേ, അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ ഓഫ് IRDA റെഗുലേഷൻസ് അനുസരിച്ച് TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻ their own in-house. TPA അവരുടെ ഇൻഹൗസിൽ ഇത്രയും പേരെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് TPAയുടെ പക്കൽ ഇവരുണ്ടായിരിക്കണം. TPAക്ക് ഒരു ക്ലെയിം ഒക്കെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇവരും കൂടി വേണം. അതായത് ഇവരെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. പെട്ടെന്ന് ക്ലെയിം പ്രോസസ്സ് ചെയ്യാനൊക്കെ ആ TPAയില് എന്താണ്, TPA ഇവരെ കൂടി പരിപാലിക്കണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻ their own in-house. ആരൊക്കെയാന്ന് നോക്കിയേ? മെഡിക്കൽ ഡോക്ടർ. അദ്ദേഹത്തിന്റെ പരിധിയിൽ ഒരു മെഡിക്കൽ ഡോക്ടർ വേണം. മെഡിക്കൽ ഡോക്ടർ ബ്രാക്കറ്റിൽ നോക്കിയേ, രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ ഡോക്ടറെ മെയിൻറ്റെയിൻ ചെയ്യണം. ഹോസ്പിറ്റൽ മാനേജേഴ്സ് വേണം. ലീഗൽ എക്സ്പേർട്സ് വേണം. നിയമപരമായ കാര്യങ്ങളൊക്കെ ഇത് ക്ലൈമുമായി ബന്ധപ്പെട്ടൊക്കെ ശരിയാക്കാനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അത് ശരിയാക്കാനായിട്ട് ലീഗൽ എക്സ്പേർട്സ് വേണം. ഇൻഷുറൻസ് കൺസൾട്ടൻസ് വേണം. ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽ, IT പ്രൊഫഷണൽസ് വേണം. ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് വേണം. അത് ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. TPA മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻഡ് ആരൊക്കെയാ? മെഡിക്കൽ ഡോക്ടർ, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ്, ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിടുക. TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻ, ഇവരെ കൂടി TPA മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാ? ക്ലൈം പ്രോസസ് ഒക്കെ വേഗമാക്കാനൊക്കെ ആയിട്ട് കേട്ടോ. The team of this professional liaison with the customers. ഇനി ഈ TPA ആ ടീം, ഇപ്പൊ നമ്മളൊരു ടീമാണത്, ഒരു ടീം വർക്ക് പോലെയാണ്. അപ്പൊ ഇവരെ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് ഇവരും കൂടി അതിനകത്ത് ഇൻവോൾവ് ആയെങ്കിലാണ് TPAക്ക് ക്ലൈം പ്രോസസ് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല TPA മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഈ പ്രൊഫഷണൽസിന്റെ ഈ ടീം കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലിയേസൺ എന്ന് പറഞ്ഞ ബന്ധം. The team of this professional liaison with the customers. കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഈ പ്രൊഫഷണൽസിന്റെ ടീം അവര് മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ, എന്തിനു വേണ്ടിയാ? സ്ട്രീം ലൈനിങ് ദ ക്ലൈം പ്രോസസ്. ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ, സിമ്പിൾ ആക്കാൻ. ക്ലൈം പ്രോസസ് സിമ്പിൾ ആക്കാൻ അല്ലെങ്കിൽ ലളിതമാക്കാൻ. streamlining the claim process and make sure that there are no false claims. പിന്നെ എന്താണ്? പിന്നെ ഒരു തെറ്റായിട്ടുള്ള ക്ലൈമുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. and also limit unwanted treatment. അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ പരിമിതപ്പെടുത്താൻ. ഇതിനൊക്കെ എന്താണ്? ഈ പ്രൊഫഷണൽസ് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്ട്രീംലൈനിങ് ദ ക്ലൈം പ്രോസസ്. ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ, തെറ്റായിട്ടുള്ള ക്ലൈമുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ, അൺവാണ്ടഡ് ട്രീറ്റ്മെന്റുകളെ ലിമിറ്റ് ചെയ്യാൻ, പരിമിതപ്പെടുത്താൻ. Thus enhancing quality of services which eventually leads to lower insurance premium. അപ്പൊ അങ്ങനെ വരുമ്പോഴോ അതുവഴി നമ്മള് എന്ത് ചെയ്യാൻ പറ്റും? quality of the services which eventually leads to lower insurance premium. അപ്പൊ അതുവഴി സേവനങ്ങളുടെ ആ ഗുണനിലവാരം എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മെച്ചപ്പെടുത്തുക. എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് സർവീസസ് മെച്ചപ്പെടുത്താനും അങ്ങനെ അതുവഴി ഒടുവില് നമ്മൾ എന്താണ്? ലോവർ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നു. അത് അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസസ് മെച്ചപ്പെടുത്തി അതുവഴി നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നു. അപ്പൊ അതിനകത്ത്
the team of this professional liaison with the customers എന്ന് പറയുന്ന ആ 3 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ, പിന്നെ തെറ്റായിട്ടുള്ള ക്ലൈംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ, അൺവാണ്ടഡ് ട്രീറ്റ്മെന്റിനെ ലിമിറ്റ് ചെയ്യാൻ, പരിമിതപ്പെടുത്താൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. TPA accepts fees. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫീസ് ഫ്രം ദ ഇൻഷുറൻസ് പ്രൊവൈഡർ which is the percentage of the premium and is normally എത്രയാന്ന് നോക്കിയേ 5.5% of the premium amount. ഇനി TPA വെറുതെ സർവീസ് ചെയ്യോ? ഇൻഷുറൻസ് പ്രൊവൈഡർ ആരാ? കമ്പനി. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എത്ര ഈ പ്രീമിയത്തിന്റെ എത്ര 5.5% ഫീസ് സ്വീകരിക്കും. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. നമ്മുടെ പ്രീമിയം എമൗണ്ട് എത്രയാണ്? ആ പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഫീസ് അക്സെപ്റ്റ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോ? ആ പെർസെന്റേജ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അവിടെ. 5.5% of the premium amount. പ്രീമിയം എമൗണ്ടിന്റെ എത്ര ശതമാനം മേടിക്കും? 5.5%. TPA accept the fees from ആരിൽ നിന്ന്? ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്ന് TPA ഫീസ് സ്വീകരിക്കും. എത്ര ഫീസ് മേടിക്കുന്നേ? 5.5% of the premium amount. ക്ലിയർ ആണോ? പ്രീമിയം എമൗണ്ടിന്റെ 5.5% TPA എന്തെങ്കിലും ഫീസ് മേടിക്കും. ക്ലിയർ ആണോ? 5.5% എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തായിരുന്നോ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഷുറൻസ് ഓക്കെ. 5.5% പ്രീമിയം എമൗണ്ടിന്റെ ഫീസ് മേടിക്കുന്നതാണ്. TPA മേടിക്കുന്ന 5.5% ഫീസ് പ്രീമിയം എമൗണ്ടിന്റെ വാങ്ങും. ഇനി അത് ക്ലിയർ അല്ലേ? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് IRDA പറഞ്ഞു. IRDAയുടെ നിയന്ത്രണം അനുസരിച്ച് TPA ഇവരെ കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 1-2 പോയിന്റ്സ് ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാലോ. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? IRDAയുടെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് TPA ഈ പറയുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യണം. TPAക്ക് അവരുടെ ക്ലൈം പ്രോസസ് ഒക്കെ ഈസി ആക്കാനായിട്ട് ഇവരെയൊക്കെ അവരുടെ ഇൻഹൗസിൽ ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞേക്കണേ. TPA ഇവരെ കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. മെഡിക്കൽ ഡോക്ടർ, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പെർട്ട്, ഇൻഷുറൻസ് കൺസൾട്ടന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇനി അടുത്തതിൽ പറഞ്ഞേക്കുന്ന ഈ ടീമില്ലേ, ഈ പ്രൊഫഷണൽസ് അടങ്ങിയ ഒരു ടീം, അവര് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ലിയസൺ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാ? കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തണം എന്ന് പറഞ്ഞേക്കണേ. ആ ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ, സിമ്പിൾ ആക്കാൻ. ഫോർ സ്ട്രീംലൈനിങ് ദ ക്ലൈം പ്രോസസ് സിമ്പിൾ ആക്കാൻ. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞേക്കണേ? തെറ്റായിട്ടുള്ള ക്ലൈംസ് ഒന്നും, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ക്ലൈം ഇത് കൊടുക്കാം, ഇന്ന കാര്യങ്ങൾക്ക് കിട്ടുള്ളൂ, അതൊക്കെ നമ്മൾ ഓരോ ക്ലൈമിന്റെ പോളിസി പ്രൊസീജിയർ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് ഇല്ലാത്ത കാര്യം, ഇപ്പൊ കയ്യൊന്ന് വെറുതെ സ്ട്രാച്ച് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലൈം കിട്ടാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ക്ലൈംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ അവരുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട്, അതായത് പേഷ്യൻസുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നവര്. ഫോൾസ് ആയിട്ടുള്ള ക്ലൈംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. പിന്നെ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിനെ പരിമിതപ്പെടുത്താൻ. അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിനെ, ഒരു ദിവസം കിടന്നാൽ മതി, പക്ഷെ ക്ലൈം കിട്ടാൻ വേണ്ടി ഡോക്ടറിനോട് പറഞ്ഞ് 2 ദിവസം കൂടി അഡ്മിറ്റ് ആക്കണമെന്ന്, അങ്ങനെയൊക്കെ. ഇതാണ് അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ. ചിലപ്പോൾ അത് വേണ്ടി വരില്ല, അതുകൂടി ക്ലൈം കിട്ടാൻ വേണ്ടി ചെയ്യാനൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അതിനെയൊക്കെ പരിമിതപ്പെടുത്താനായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തണം. ഇനി അങ്ങനെ വരുമ്പോഴെന്താ? കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുമ്പോൾ ആ ക്വാളിറ്റി ഓഫ് സർവീസ് മെച്ചപ്പെടുത്താനും അതുവഴി ഇൻഷുറൻസ് പ്രീമിയം കുറവിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇൻഷുറൻസ് പ്രീമിയം കുറയുകയും ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞത് TPA ഇത് വെറുതെ ചെയ്യണല്ല. TPA ഒരു ഫീസ് മേടിക്കും. ആരിൽ നിന്ന്? ഇൻഷുറൻസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് TPA ഫീസ് അക്സെപ്റ്റ് ചെയ്യും.
ഇനി അത് എത്രമാത്രം ഫീസാണ്? പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഫീസ് TPA അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ, 5.5% എന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? ഇനി ഹെൽത്ത് ഇൻഷുറൻസില് TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഇവർക്കുടെ റോൾ എന്താ? അവരെന്താ ചെയ്യുന്നേ? നോക്കിയേ, ദ റോൾ ഓഫ് ദ TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ഫോളോയിങ് പോയിന്റ്സ്. ഈ പറയുന്ന പോയിന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ TPAയുടെ റോൾസ് എന്താണ്. ഒന്നാമത്തെയാണ് കണക്ഷൻ. Connection between insurance company and a policy holder. Underline ചെയ്തിട്ടേ, TPAയുടെ റോൾ എന്താ? ഒന്നാമത്തെ റോൾ എന്താ? ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിലുള്ള ഒരു കണക്ഷൻ. അതിന്റെ ഇടനിലക്കാരനല്ലേ, അവർക്കിടെ രണ്ടുപേരുടെ ഇടയിൽ ആരുണ്ട്? TPA ഉണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കും പേഷ്യൻസ് ഇൻഷുറൻസ് എടുത്ത ആളും അല്ലെ, പോളിസി ഹോൾഡർ എന്ന് പറയും. പോളിസി ഹോൾഡറിനും ഇടയ്ക്ക് അവരെ കണക്ട് ചെയ്യുന്നത് ആരാണ്? TPA ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ. ദ പോളിസി ഹോൾഡർ മീറ്റ്സ് ദ TPA ഇൻ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസസ്. ഇനി നമ്മള് ഈ പോളിസി ഹോൾഡർ പോളിസി എടുത്തിട്ട് മിണ്ടാതിരുന്നാ മതിയോ? പോളിസി എടുത്തോണ്ട് വീട്ടിൽ വെച്ചോണ്ടിരുന്നാ മതിയോ? പോരാ. ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വരികയാണ്, ഹോസ്പിറ്റൽ ആവേണ്ട വരികയാണ്, നമ്മൾ ക്ലെയിം കേസുകൾ നമുക്ക് വരികയാണെങ്കിൽ TPA ആരെ ഈ പോളിസി ഹോൾഡർ എന്ത് ചെയ്യണം? TPAനെ കണക്ട് ചെയ്യണം അല്ലെ, മീറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു സർജറി ആവശ്യമായി വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോണേക്കായി മുന്നേ തന്നെ TPAയോട് പറയണ്ടേ അല്ലെ? ഞാൻ എന്റെ ഏജന്റ് ആരാന്നുള്ള പറയണ്ടേ, എനിക്ക് ഇങ്ങനെ സുഖമില്ല, ഞാൻ അതോട്ട് ഹോസ്പിറ്റലിൽ പോവാണ്, അവിടെ എനിക്ക് ഇങ്ങനെ ഒരു സർജറി ഉണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി TPAയോട് പറയണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും അഡ്മിഷൻ, എനിക്ക് എപ്പോഴാണ് അഡ്മിഷൻ ആകുന്നത്? അഡ്മിഷൻ ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? TPAനെ വിളിച്ച് പറയണം, ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിന്ന്. അപ്പൊ TPA നമ്മളുടെ ക്ലെയിം രജിസ്റ്റർ ചെയ്യണ ഒരു നമ്പർ നമുക്ക് തരും. അത്രയാണ് ഫസ്റ്റ് ഇതായിട്ട്. ഇവിടെ പ്രോസസ്സ് പഠിക്കാണ്ട് കേട്ടോ. നമുക്ക് നമ്പർ തരും. പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. പിന്നെ ആ ബില്ലും കാര്യങ്ങളും, എത്ര രൂപ ചെലവായി, ഡിസ്ചാർജ് സമറി, അതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച് എല്ലാരും ഡോക്ടറിന്റെ ഹോസ്പിറ്റലിന്റെ ഒക്കെ സീല് വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലെയിം ഫോമും ഒക്കെ ഫില്ല് ചെയ്തൊക്കെയാണ് നമ്മള് ഈ TPAക്ക് കൊടുക്കുന്നത്. അപ്പൊ അവര് ക്ലെയിം ശരിയാക്കി തരും. അത് പല രീതികളുണ്ട് കേട്ടോ. ഇതിന് പല പ്രൊസീജിയറാണ്. കോമൺ ആയിട്ട് പറഞ്ഞാണ്. എന്തായാലും ഈ ക്ലെയിം കേസുകള് ഹോസ്പിറ്റലൈസേഷൻ TPAനെ അറിയിക്കണം. പോളിസി ഹോൾഡർ മീറ്റ് ദ TPA. മനസ്സിലായോ? മനസ്സിലാവണ്ട പറയണേ. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് എന്താ? The TPA provides the policy holder with a unique identification number. അണ്ടർലൈൻ ചെയ്തിട്ടേ, TPA എന്ത് നൽകും? Provide the policy holder with the unique identification number and ID card, which helps in claim settlement. Claim settlementന് സഹായിക്കുന്ന ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും TPA പ്രൊവൈഡ് ചെയ്യും. TPA provides the policy holder with the unique identification number and identity card with the helps in claim settlement. മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. എന്ത് നൽകുന്ന പറഞ്ഞേക്കണേ? എന്താ TPA പ്രൊവൈഡ് ചെയ്യുന്ന? പോളിസി ഹോൾഡറിന്, പോളിസി എടുത്ത ആൾക്ക് എന്താ പ്രൊവൈഡ് ചെയ്യണേ? TPA യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ഐഡന്റി കാർഡ് ചെയ്തു. യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ഐഡന്റിറ്റി കാർഡും ID കാർഡും കൊടുത്തു. എന്തിനാ? which helps in claim settlement. ക്ലൈം സെറ്റിൽമെന്റിന് സഹായിക്കുന്ന ഒരു നമ്പറും ID കാർഡും കൊടുത്തു. ഇനി രണ്ടാമത് നോക്കിയ TPA എന്താ ചെയ്യണേ? റെക്കോർഡ് മെയിൻ്റനൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഒന്നാമത്തേല് എന്ത് ചെയ്യണം? ഒന്നാമത്തേല് നമ്മൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഐഡന്റി കാർഡ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് എഴുതണം. അണ്ടർലൈൻ ചെയ്യാം ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ എന്താ? റെക്കോർഡ് മെയിൻ്റനൻസ്. റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും, പരിപാലിക്കും.
എന്താണ് TPA aids in maintaining necessary records related to the policy holder. പോളിസി ഹോൾഡർ ഇൻഷുറൻസ് എടുത്ത ആളില്ലേ, അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. when they are admitted as patient. പേഷ്യന്റ് ആയിട്ട് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവൂലേ, അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളും TPA മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് രണ്ടാമത് TPA കാര്യം. ഒന്നാമത് എന്താ പറഞ്ഞത്, TPA പോളിസി ഹോൾഡറിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും പ്രൊവൈഡ് ചെയ്യും. ഇനി അയാൾ ഇനി അഡ്മിറ്റ് ആവാണ്, പേഷ്യന്റ് ആയിട്ട് അദ്ദേഹം അഡ്മിറ്റ് ആകുമ്പോൾ ഈ പോളിസി ഹോൾഡർ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സും TPA മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കോർഡ് മെയിൻ്റെനൻസ് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്ത നോക്കി ക്ലൈം സെറ്റിൽമെന്റ്. മൂന്നാമത്തെയാണ് ക്ലൈം സെറ്റിൽമെന്റ്. Client settlement. TPA guarantees smooth coordination between the hospital and the insurance company in the course of cashless claim settlement. In such cases, TPA offers back-end support. ഇനി എന്താണ് TPA ഉറപ്പുവരുത്തേണ്ട ഗ്യാരണ്ടി? TPA ഗ്യാരണ്ടി, TPA ഉറപ്പുവരുത്തണം സ്മൂത്ത് കോർഡിനേഷൻ ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ആൻഡ് ഇൻഷുറൻസ് കമ്പനി. ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഈ ഒരു കോർഡിനേഷൻ, അവര് തമ്മിൽ ഏകോപിപ്പിക്കുന്നത് അത് ഒരു സുഗമമാക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് TPA ആണ്. In the course of cashless claim settlement. അപ്പൊ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ് ക്ലൈം ആയിരിക്കും, അപ്പൊ പൈസ ഒന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണ്ട. ചിലത് ക്യാഷ്ലെസ് ആയിരിക്കും, ചിലത് റീഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിയുമ്പോൾ ആ എമൗണ്ട് പിന്നീടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ക്യാഷ്ലെസ് ക്ലൈം സെറ്റിൽമെന്റിന് ഇൻഷുറൻസ് കമ്പനിയും ആ പോളിസി ഹോൾഡറുമായിട്ടുള്ള കാര്യങ്ങള് അതിനെ സ്മൂത്ത് ആക്കാൻ അത് ഉറപ്പുവരുത്തേണ്ടത് TPA ആണ്. ഇനി ഇൻ സച്ച് കേസസ്, ഇങ്ങനെയുള്ള കേസിന് TPA എന്ത് ചെയ്യുന്നു? ഓഫർ ബാക്ക്-എൻഡ് സപ്പോർട്ട്. ബാക്ക്-എൻഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? TPA എന്താ ഓഫർ ചെയ്യുന്നത്? ബാക്ക്-എൻഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മള് എപ്പോഴ് നമുക്കൊരു എന്താ പറയാ, ഒരു ആക്സിഡന്റ് പറ്റി അത് ഇതായി നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന TPA അറിയിക്കുന്ന ആ സമയമില്ലേ, ആ സമയം മുതൽ പേഷ്യന്റിന്റെ എല്ലാ കാര്യം ക്ലൈം സെറ്റിൽ ചെയ്ത് ആ പൈസ അവന്റെ കയ്യിൽ എത്തുന്നത് വരെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോവല്ല. അവര് ഇങ്ങനെ അഡ്മിറ്റ് ആയിരുന്ന TPA അറിയിക്കുക, ക്ലൈം ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ക്ലൈം ആവശ്യപ്പെട്ടത് കൊണ്ട് ആ TPA ആളുകൾ പേഷ്യൻസ് സമീപിക്കുന്നത് മുതൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ക്യാഷ് അവരുടെ കയ്യിൽ എത്തുന്നത് വരെ അവരുടെ കൂടെ നിൽക്കും. അതാണ് TPA ഓഫേഴ്സ് ബാക്ക്-എൻഡ് സപ്പോർട്ട്. അതുവരെയും കൂടെ നിൽക്കും. മനസ്സിലായോ? ആണ് ബാക്ക്-എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിൽക്കും, എല്ലാത്തിനും കൂടെ നിൽക്കും. അതാണ് ബാക്ക്-എൻഡ് സപ്പോർട്ട്. അപ്പൊ അടുത്ത മൂന്നാമത്തേൽ എന്താ അണ്ടർലൈൻ ചെയ്യണം? ക്ലൈം സെറ്റിൽമെന്റ്. അതൊരു റോളാണ്, ക്ലൈം സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സെറ്റിൽ ചെയ്ത് കൊടുക്കാന്നുള്ളത് ക്ലൈം സെറ്റിൽമെന്റ്. അണ്ടർലൈൻ ചെയ്തോ? ഇനി അടുത്ത നോക്കിയ ഫുൾ ടൈം സപ്പോർട്ട്. ഇനി TPA എല്ലാ സമയത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മുടെ ഒപ്പം ഇന്ന സമയം എന്നൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ TPA ഹാവ് 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്തിട്ടേ, എത്ര സമയ? 24 hours-ഉം 7 days 24 hours മൊത്തം 24 മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട് ഈ TPA കൊടുക്കും. അതാണ് ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യും. വിച്ച് പോളിസി ഹോൾഡർ ക്യാൻ റേസ് ദെയർ എൻക്വയറീസ് ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക്. അവർക്കുടെ അന്വേഷണങ്ങൾ എന്തൊക്കെയാണ് അതിന് ഉന്നയിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാനും ഒക്കെ 24 മണിക്കൂറും TPA സപ്പോർട്ട് ചെയ്യും. കസ്റ്റമർ 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. അത് മാത്രമാണ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പിന്നെ ഫുൾ ടൈം സപ്പോർട്ട് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. 24/7.
ഇനി അടുത്ത് നോക്കിയേ അഡീഷണൽ സർവീസസ്. ഇനി മറ്റുള്ള സർവീസുകൾ എന്തൊക്കെയാ നോക്കിയേ. മോസ്റ്റ് ഓഫ് ദ TPA ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ് സച്ച് ആസ് ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു പോളിസി ഹോൾഡർ. ഇതിന് പുറമെ അഡീഷണൽ സർവീസുകളും കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് അഡീഷണൽ സർവീസ്, ആംബുലൻസിന്റെ ചാർജ്, മെഡിക്കൽ സപ്ലൈകള്, ഇതെല്ലാം പോളിസി ഹോൾഡറിന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ കൂടി എന്ത് ചെയ്യുന്നു, മേടിച്ചു കൊടുക്കും. എന്നാണ് അഡീഷണൽ സർവീസ് കൂടി TPA ചെയ്യുന്നുണ്ട്. Also provide additional services such as ambulance, medical supplies, ഇങ്ങനെയുള്ള അഡീഷണൽ സർവീസുകൾ കൂടി to the policy holder. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ കൂടി TPA എന്ത് ചെയ്യുന്നുണ്ട്, അത് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? TPAയുടെ റോൾ എന്താന്നുള്ളത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, TPA പോളിസി ഹോൾഡറിന് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ID കാർഡ് കൊടുക്കും. ഓക്കെ. രണ്ടാമത്തെ, പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡും TPA മെയിൻറ്റെയിൻ ചെയ്യും. അത് റോളാണ്, എല്ലാ റെക്കോർഡും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തത് ക്ലൈം സെറ്റിൽമെന്റിന് ഹെൽപ്പ് ചെയ്യും, അല്ലെ? ക്ലൈം സെറ്റിൽമെന്റ് ചെയ്യും. അതെങ്ങനെയാ, നമ്മള് ക്ലൈമുമായിട്ട് ഇതായിട്ട് TPAനെ സമീപിക്കുന്നത് മുതൽ ആ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ക്യാഷ് നമ്മുടെ കൈ കിട്ടുന്നത് വരേക്കുള്ള എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ഫുൾ ടൈം സപ്പോർട്ട്, എപ്പോഴാ സമയമൊന്നുമില്ല, 24 hours സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുകൂടാതെ ഈ ആംബുലൻസ്, മെഡിക്കൽ എക്സ്പെൻസ് തുടങ്ങിയ അഡീഷണൽ സർവീസിനുള്ള ചിലവുകൾ കൂടി, അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ കൂടി TPA വീതിച്ചു കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും സംശയമുണ്ട്? 5 പോയിന്റ് റോൾസ് TPAയുടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ? ഓക്കെ. ഇനി നോക്കിയ നെക്സ്റ്റ് എന്താണ്, ഇത് നിങ്ങൾ പേര് മാത്രം നോക്കിയാൽ മതി. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. എക്സാമ്പിൾസ് നോക്കി. ഇന്ത്യയില് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ പേരുകൾ അല്ലെങ്കിൽ ഏജൻസിയുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ്. പേര് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. TPAയുടെ പേരുകളാണ് ഈ പറഞ്ഞിരുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ പേരുകൾ എവിടെയുള്ളത്? ഇന്ത്യയില്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ പേരുകളാണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ്. പേര് മാത്രം ഒന്ന് വായിച്ചു പോയാൽ മതി. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ്, യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റന്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡിടെക് TPA Services Limited, then Heritage Health TPA Service Limited, Focus Healthcare Services TPA Private Limited, Medicare TPA Services Private Limited. ഇതെല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, സ്വയം ഭരണ സ്ഥാപനങ്ങളാണ്. TPA അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഒരു ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. എങ്ങനെയാണ് ഇനി ക്ലൈമുകൾ പ്രോസസ് ചെയ്യുന്നത്? നമ്മൾ ക്ലൈം നമുക്ക് കിട്ടണ്ടേ? ക്ലൈം കിട്ടാനായിട്ട് എന്തൊക്കെ പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എന്തൊക്കെയാണ്? നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് ഇൻഷുറൻസ് എടുത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് നിങ്ങൾക്ക് ആ ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ക്ലൈം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ക്ലൈം കിട്ടിയിട്ടുണ്ടോ? വെറുതെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലൈം എടുത്തു തരുമോ? ഞാൻ വായ കൊണ്ട് വെറുതെ ചെന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, എനിക്ക് ക്ലൈം താട്ടെ അല്ലെങ്കിൽ എനിക്ക് ആ പൈസ താട്ടെ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി തരുമോ? TPAയുടെ അടുത്ത് ചെന്ന് വെറുതെ വാക്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആണ്, എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ ഇത്ര രൂപ ചെലവായി, എനിക്ക് ആ പൈസ തരാൻ പറഞ്ഞ TPA എടുത്തു തരുമോ? TPA അത് കമ്പനിയുമായിട്ട്, TPA അല്ല, അതായത് കമ്പനിയില്ല, TPA അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൂ. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളാണ് TPA. അതെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പറ്റൂല, അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. എന്നാലാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് മേടിച്ചെടുക്കണവർക്ക് അറിയാലേ, എളുപ്പമായിട്ട് കാര്യമാണോ? അതിന്റെ പുറകെ നമ്മൾ നടക്കണം.
ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് തന്നെ കിട്ടണമെങ്കിൽ കമ്പനിയിൽ നിന്ന് നമ്മൾ ആ പൈസ മേടിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ടല്ലേ, അല്ലേ? നമ്മൾ നടക്കണ്ട അതിന്റെ പുറകെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കി. പ്രോസസിങ് എ ക്ലൈം പ്രോസസിങ് ആണ് കേട്ടോ. കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഈ സ്റ്റേജുകളിലൂടെയാണ് ക്ലൈംസ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. നോക്കിയേ. ഓൺ ഒക്കറിങ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ്. അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്ന് പറഞ്ഞാൽ ഭാഗ്യമായിട്ടുള്ള കാര്യമാണോ? ഒരു നിർഭാഗ്യകരമാണ്. നമുക്ക് അയ്യോ ഞാൻ LIC ഞാൻ ഇൻഷുറൻസ് എടുക്കണം, എനിക്ക് ഒരു അസുഖം വന്നേ, എനിക്ക് ആ പൈസ കിട്ടാൻ എനിക്ക് അസുഖം വന്നേന്ന് നമ്മൾ പ്രാർത്ഥിക്കോ? നമ്മൾ കാര്യം ഇൻഷുറൻസ് ഒക്കെ എടുത്താലും നമുക്ക് അസുഖം വരരുത് തന്നെയല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു അപകടം പറ്റരുത് തന്നെയല്ലേ നമ്മുടെ ആഗ്രഹം, അല്ലേ? അല്ലാതെ നമ്മള് ഇൻഷുറൻസ് എടുത്തെന്ന് പറയുന്നത് എനിക്കൊരു അപകടം പറ്റണേ, എനിക്ക് ആ പൈസ കിട്ടാൻ അങ്ങനെ പ്രാർത്ഥിക്കോ? ഇല്ല, അല്ലേ? ചില കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴാ സംഭവിക്കുക, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും പറയാൻ പറ്റൂല, അല്ലെ? ഇന്നിപ്പോ ഉള്ള നാളെ ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ അസുഖം ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല. വല്ല ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അറിയാം, അല്ലെ? പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഒന്നിൽ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങളോ ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ദ ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോംഡ്. ആദ്യം എന്താ ചെയ്യണ്ടേ? ആ ഒരു സംഭവം ആരെ? ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. എനിക്ക് ഇന്ന അസുഖമാണ്, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ആക്സിഡന്റ്, അല്ലെങ്കിൽ അവരറിയോ? നമ്മൾ അറിയിക്കണ്ടേ, അല്ലെ? ഇൻഷുറൻസ് എടുത്ത് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ? നമുക്ക് എന്തെങ്കിലും ഒരു അപകടം, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണ്, ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, അത് ആദ്യം തന്നെ എന്താ? നമ്മൾ അപ്പുറം ഇപ്പുറം വീട്ടുകാരോട് നാട്ടുകാരോടല്ല, എന്താ ആദ്യം എന്ത് ചെയ്യണം? ഇൻഷുറൻസ് പ്രൊവൈഡർ, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. This process is known as a raising a claim. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈസിങ് എ ക്ലൈം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആദ്യം ഇൻഷുറൻസ് പ്രൊവൈഡറിനെ, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ആ കമ്പനീനെ നമ്മൾ വിളിച്ചറിയിക്കണം. ആ പ്രോസസ്സിനെയാണ് റൈസിങ് എ ക്ലൈം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതിപ്പോ എക്സാമിന് പഠിക്കുന്നതും അല്ലാതെയും നമുക്ക് ഒത്തിരി പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മള് ക്ലാസ്സുകൾ കാണുന്നത്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ടെക്സ്റ്റ് മാത്രമായിട്ട് പഠിച്ചാൽ മതി. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ഇതിപ്പോ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ പ്രൊസീജിയർ ആണ്, എങ്ങനെയാ നമുക്കൊരു ക്ലൈം നമ്മുടെ കൈ കിട്ടുക എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ആദ്യം എന്ത് ചെയ്യണം? 24 hours നിന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണമെന്നുണ്ട്. ഓക്കെ, അതാണ്. This process is known as a raising a claim. ആ പ്രോസസ്സിനെയാണ് റൈസിങ് എ ക്ലൈം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ, സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഇനി നോക്കിയേ, ഫയലിംഗ് എ ക്ലൈം. ഇനി അടുത്തത് എന്താ? ഇനി ക്ലൈം ഫയൽ ചെയ്യണം. അവരാണ് ഇന്ന ആക്കടെ ക്ലൈം അവിടെ ഫയൽ ചെയ്യണം. കമ്പനി, ഇൻഷുറൻസ് പ്രൊവൈഡർ ഫയൽ ചെയ്യണം. അതിനു വേണ്ടി എന്താ ചെയ്യണം? ഇൻവോൾവ്സ് ഫില്ലിംഗ് ഓഫ് ക്ലൈം ഫോം. എന്ത് ചെയ്യണം? നമ്മൾ ക്ലൈം ഫോം ഫിൽ ചെയ്യണം ഓൺ ആൻ ഇൻഷുറൻസ് വെബ്സൈറ്റ്. ഇൻഷുറൻസിന്റെ അല്ലെ, അവർക്കടെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? ആ ക്ലൈം ഫോം ഫിൽ ചെയ്യണം. ഏത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, ഏത് ഇൻഷുറൻസ് ആണെന്ന് വെച്ചാൽ അവർക്കടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലൈം ഫോം ഫിൽ ചെയ്യണം. ഓർ ബ്രാഞ്ച് ഓഫീസ്, അല്ലെങ്കിലോ ബ്രാഞ്ച് ഓഫീസിൽ ഒന്ന് നേരെ പോയി ബ്രാഞ്ച് ഓഫീസിന്റെ ഫോം മേടിച്ച് ഫിൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലേ, സിസ്റ്റം ഇതായിട്ട് വെബ്സൈറ്റിൽ കയറി ഫോം ഫിൽ ചെയ്യണം. അതാണ് നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെ നമ്മുടെ ആ ക്ലൈം ഫയൽ ചെയ്ത്, ഓക്കെ, ആദ്യം നമ്മൾ ഇൻഫോം ചെയ്യണം. അതിനെയാണ് റൈസിങ് എ ക്ലൈം എന്ന് പറയുന്നത്. അതിനുശേഷം ഫയലിംഗ് ചെയ്യണം, ഫയലിംഗ് എ ക്ലൈം. അതായത് നമ്മള് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ കയറി അത് ആ ഫോം, ക്ലൈം ഫോം ഉണ്ട്, ആ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോയി ആ ഫോം മേടിച്ച് ഫിൽ ചെയ്യണം. ഇനി
ഇനി എന്ത് ചെയ്യാം? ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഓതന്റിസിറ്റി. ഓതന്റിസിറ്റി എന്ന് വെച്ചാൽ കൃത്യത. നമ്മൾ വെറുതെ പറഞ്ഞാൽ മതിയോ? ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഇന്ന മരുന്ന് ഞാൻ മേടിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? എനിക്ക് അതിന്റെ പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? അതിന്റെ കൃത്യത, നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ക്ലൈം ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്തില്ലേ, അതിന്റെ കൃത്യത കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഓഫ് ദ ക്ലൈം മസ്റ്റ് ബി സബ്മിറ്റഡ്. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. നമുക്കൊരു ആക്സിഡന്റ് പറ്റി, വണ്ടിയുടെ ഒരു ഇൻഷുറൻസ് കാര്യമാണെങ്കിൽ വണ്ടി ഇതായിട്ട് ഇടിച്ചെടുക്കുന്ന ഫോട്ടോയോ അങ്ങനെയൊക്കെ കാണിക്കാം. അതൊക്കെ ശരിക്കും നമുക്ക് ക്ലൈം കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്ന കറക്റ്റ് എവിഡൻസ് അല്ലേ? ഇതാണ് ഡോക്യുമെന്റ്സ്. ഫോട്ടോയോ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ബില്ലുകളോ ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അത് ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ അത് മേടിച്ച് ബില്ലുകളോ അതൊക്കെ നമുക്ക് ഡോക്യുമെന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആ കാര്യമില്ലേ, ക്ലൈം ഫോമിൽ ഫില്ല് ചെയ്തതില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? മൂന്നാമത്തെ പോയിന്റിൽ എന്താ ചെയ്തേന്ന്? ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? 3 പോയിന്റ്സ്. ആദ്യം വിവരം അറിയിച്ചു, അതിനെയാണ് റൈസിംഗ് എ ക്ലൈം എന്ന് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യുന്നു? ഫയൽ ചെയ്തു, ക്ലൈം ഫയൽ ചെയ്തു. ക്ലൈം ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ്, ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോയി ക്ലൈം ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. ക്ലൈം ഫോം ഫില്ല് ചെയ്യണം, അതാണ് ക്ലൈം ഫയൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിന്റെ ഒപ്പം തന്നെ, ആ ഫോമിന്റെ ഒപ്പം തന്നെ വേണ്ട എന്താ? അതിനെ നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, നമ്മൾ അല്ലെങ്കിൽ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്ത കാര്യം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഇനി നോക്കിയേ, ദ ഇൻഷുറൻസ് പ്രൊവൈഡർ റിവ്യൂ ദ ക്ലൈം. ഇനി ഇൻഷുറൻസ് പ്രൊവൈഡർ കമ്പനി എന്ത് ചെയ്യും? ആ ക്ലൈം റിവ്യൂ ചെയ്യും. അത് നോക്കും, എല്ലാ രേഖകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അവലോകനം ചെയ്യും. ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി. അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ കൊടുത്തത് അവര് തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ വായിച്ചു നോക്കാതെ വെറുതെ ആ എമൗണ്ട് നമുക്ക് തരികയല്ല ചെയ്യണേ. എന്ത് ചെയ്യും? നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് ഡോക്യുമെന്റ്സും ഈ ഫോം ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൃത്യത അവര് അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അവലോകനം ചെയ്യും. ഇനി നോക്കിയേ അടുത്ത പോയിന്റിൽ, if it fulfill the terms and conditions stated in your policy, the insurance approve the claim. ഇനി നമ്മൾ കൊടുത്ത കാര്യങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോളിസി പറഞ്ഞിരിക്കുന്നത് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഒന്നും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? ക്ലൈം കമ്പനി ക്ലൈം അപ്രൂവ് ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ അതിനു മുന്നേ അവര് അതിനെ റിവ്യൂ ചെയ്യും. ക്ലൈം റിവ്യൂസ് റിവ്യൂ ചെയ്യും. അതുപോലെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി. അതിന്റെ വാലിഡിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിന്റെ കൃത്യത പരിശോധിക്കും. If it fulfills the terms and conditions stated in your policy, നിങ്ങളുടെ നമ്മുടെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദി ഇൻഷുറർ എന്ത് ചെയ്യും? അപ്രൂവ് ദ ക്ലൈം. കമ്പനി ക്ലൈം അപ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി നോക്കിയേ, വൺസ് അപ്രൂവ്ഡ്, ഇനി ഒരു പ്രാവശ്യം അപ്രൂവ് ചെയ്താൽ ദ ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദ ബെനിഫിറ്റ്. ഇനി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി ബെനിഫിറ്റ് പോളിസി ഡോക്യുമെന്റില്, ബെനിഫിറ്റ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി ഡോക്യുമെന്റ്, നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ് ഇല്ലേ, അത് പേ ചെയ്യും. ഓക്കെ, വൺസ് അപ്രൂവ്ഡ്, the insurance company will pay the benefit stated in your policy document. നമ്മുടെ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് അല്ലെ, അത് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. ഇനി ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം, LIC ആണെങ്കിൽ ഉണ്ടല്ലോ, LIC ചേർന്നിട്ടുള്ളവരുണ്ടോ? എങ്ങനെയാണ് LICയില്? നമ്മൾ ഇത്ര വർഷത്തേക്കാവാം, അല്ലെങ്കിൽ നമ്മൾ ആ LIC കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ കിട്ടൂലേ? ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം യുവർ ബെനിഫിഷ്യറി റിസീവ് പേ ഔട്ട്. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് പൈസയായിട്ട്, ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടും. LICയിലാണെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടും. ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം
LIC ആണ് കേട്ടോ, ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം. യുവർ ബെനിഫിഷ്യറി റിസീവ് പേ ഔട്ട്. ഇനി അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ആ പേ ഔട്ട് എന്ന് പറഞ്ഞ എന്താ? പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൺ to your policy holder when a claim is accepted. ഒരു ക്ലൈമർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ക്ലൈമർ സ്വീകരിക്കുമ്പോൾ ഒരു പോളിസി, അത് ഒരു പോളിസി ഉടമയ്ക്ക്, പോളിസി ഹോൾഡർ, പോളിസി ഉടമയ്ക്ക് നൽകുന്ന തുകയാണ് പേ ഔട്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, പേ ഔട്ട് എന്താന്നുള്ളത് അവിടെ. A payout means a sum of money given to a policy holder when a claim is accepted. Claim accept ചെയ്യുമ്പോൾ പോളിസി ഹോൾഡറിന് കൊടുക്കുന്ന പൈസ, അതാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അത് പേ ഔട്ട് എന്താന്ന് അണ്ടർലൈൻ ചെയ്തോ? ഇത് നോട്ട് ചെയ്യണോണ്ടോ? പേ ഔട്ട്. സജ്ന, ഉല്ലാസ്, ദൃശ്യ അണ്ടർലൈൻ ചെയ്തോ? ശ്രീലക്ഷ്മി ഉണ്ട്. ഓക്കെ, ആ പേ ഔട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, this insurer might be ready to provide an upfront lump sum. Lump sum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തുക, amount, or it might stagger the payout as a regular payments depending on the terms of your policy. നമ്മുടെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ എങ്ങനെയാ ലംപ് സം എമൗണ്ട്, മൊത്തം പൈസ ഒരുമിച്ച് അങ്ങ് കൊടുക്കും. ഓക്കെ, ഒറ്റ തുകയായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാഗർ ദ പേ ഔട്ട്സ് ആസ് റെഗുലർ പേയ്മെന്റ്സ്, ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെ ഈ പൈസ പ്രൊവൈഡ് ചെയ്യും. ഒന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞേ, ലംപ് സം. ഒന്നില്ലെങ്കിൽ എന്താണ് ലംപ് സം, ഒറ്റ തുക, ഒറ്റ തുകയായിട്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് റെഗുലർ പേയ്മെന്റ്സിന് ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് കേട്ടോ കൊടുക്കും. അതെങ്ങനെയാണ് യുവർ പോളിസിയില്, പോളിസിയുടെ ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇത്ര ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തേൽ എന്താ പറഞ്ഞേക്കുന്നത്? എന്തെങ്കിലും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം വരികയാണെങ്കിൽ, അതായത് നമുക്ക് ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്ന് സർജറി വേണ്ടി വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മള് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ആ കാര്യം അറിയിക്കണം. ആ പ്രോസസ്സിനെയാണ് റൈസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫയൽ ചെയ്യണം, ക്ലെയിം ഫയൽ ചെയ്യുക. അതായത് എന്താണ്? നമ്മൾ ക്ലെയിം ഫോം ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ക്ലെയിം ഫോം വാങ്ങിച്ച് അത് ഫില്ല് ചെയ്യണം. അതാണ് ഫയലിംഗ് എ ക്ലെയിം. നമ്മുടെ ക്ലെയിം ഫയൽ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഒപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കൂടി സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻഷുറൻസ് പ്രൊവൈഡർ അത് റിവ്യൂ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, ഫുൾഫിൽ ചെയ്യാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? അപ്രൂവ്സ് ദ ക്ലെയിം. ഇൻഷുറർ ക്ലെയിം അപ്രൂവ് ചെയ്യും. ദ ഇൻഷുറർ അപ്രൂവ്സ് ദ ക്ലെയിം. ഇൻഷുറർ എന്ത് ചെയ്യും? ക്ലെയിം അപ്രൂവ് ചെയ്യും. ഇനി വൺസ് ദ അപ്രൂവ്ഡ്, ഇനി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി അത് ബെനിഫിറ്റ് കൊടുക്കണം. പോളിസി ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന ഇത് പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും അല്ലെ. ഫോർ അത് LICയിലാണെങ്കിൽ എങ്ങനെയാണ്? പേ ഔട്ട് ആണ്, അതായത് ക്യാഷ്. ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം, അതായത് LICയില് അതെങ്ങനെയാണ്? ക്യാഷ് പൈസ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോളിസി ഹോൾഡർ ക്ലെയിം അക്സെപ്റ്റ് ചെയ്ത് ഒരു ക്ലെയിം സ്വീകരിക്കപ്പെടുമ്പോൾ പോളിസി ഹോൾഡറിന് കൊടുക്കുന്ന പൈസ, അതാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. പേ ഔട്ട്. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ഇതെങ്ങനെയാ? ഈ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് ആ പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ലംപ് സം എമൗണ്ട് എങ്ങനെയാ? ഒറ്റ തുക, മൊത്തം ഒരു പൈസയായിട്ട് കൊടുക്കാം.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പേ ഔട്ട് എന്താന്ന് അണ്ടർലൈൻ ചെയ്തിടണം അവിടെ. പിന്നെ ഒന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. ആ ഫസ്റ്റ് പ്രോസസ്, ആ ഇൻഫോം ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് റൈസിംഗ് എ ക്ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഇനി നെക്സ്റ്റ് നോക്കി അടുത്ത പോയിന്റിൽ എന്താ, the time insurers take to confirm and pay the insured sum differ on case-to-case basis. Claim settlement take only a few days if the documents are in order. ഇനി ഈ ഇൻഷുർ ചെയ്ത ഈ തുക നമ്മള് കൺഫേം സ്ഥിരീകരിക്കാനും അതുപോലെ തന്നെ പേ അടയ്ക്കാനും ഇൻഷുർ എടുക്കുന്ന സമയം ഓരോ കേസിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമാണ്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, the time insurers take to confirm. അപ്പൊ ഇൻഷുറൻസ് ഇത് സ്ഥിരീകരിക്കാനും ഈ കാര്യങ്ങളൊക്കെ നോക്കി അത് കൺഫേം ചെയ്യാനും അതിന്റെ പൈസ പേ ചെയ്യാനും ഒക്കെ ഇൻഷുർഡിന് പൈസ പേ ചെയ്യാനും ഒക്കെ ഇൻഷുറൻസ് കമ്പനി എടുക്കുന്ന ടൈം വ്യത്യാസമായിരിക്കും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ, എന്നെ പോലെ വേറെ ഇതാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വൈകിയായിരിക്കും കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ അവര് ആ ഇൻഷുറൻസ് കമ്പനി ഇത് കൺഫേം ചെയ്യാനും അതുപോലെ നമുക്ക് ഇൻഷുർഡിന് ആ പൈസ പേ ചെയ്യാനും എടുക്കുന്ന സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറയുന്നത്. ഇനി എങ്ങനെയാ ക്ലൈം സെറ്റിൽമെന്റ് takes only a few days, കുറച്ച് സമയം എടുക്കുള്ളൂ. എങ്ങനെ? if the documents are in order. അത് ശരിയല്ലേ? നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാണ്, ഒരു മിസ്റ്റേക്കും പറയാനില്ല. എല്ലാം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് ഫോം ഒക്കെ ഫിൽ ചെയ്ത് കറക്റ്റ് സമയത്ത് നമ്മൾ അറിയിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ഓർഡർ ആണെങ്കിൽ ക്ലൈം സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം മതി അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പോരെ കുറേ സമയം വരുള്ളൂ, കൂടുതൽ സമയം വരുള്ളൂ? എല്ലാം നമ്മൾ കൊടുത്തേക്കണ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ, നമ്മുടെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ഓർഡർ ആണ്, എല്ലാം കറക്റ്റ് ആണെങ്കിൽ എന്താണ് ഈ ക്ലൈം സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. ഫ്യൂ ഡേയ്സ്, കുറച്ച് സമയത്തിനുള്ളിൽ ക്ലൈം സെറ്റ് ചെയ്ത പൈസ നമുക്ക് കിട്ടും. ഇനി ടു മേക്ക് ഷുവർ ദാറ്റ് the claims are dispersed എന്ന് വെച്ചാൽ വിതരണം distributed എന്നുള്ള മീനിങ് ആണ്, വിതരണം ചെയ്യുക without delay. In the case of necessity, you must look into insurance trustworthiness, വിശ്വസ്തത, ഇൻഷുറൻസിന്റെ trustworthiness, വിശ്വസ്തത and the customer services record before buying insurance. എന്താ പറഞ്ഞേക്കുന്നേ? ഇനി അത്യാവശ്യ സന്ദർഭങ്ങളില് നമുക്ക് ക്ലൈം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ കാലതാമസമില്ലാതെ അത് ക്ലൈമുകൾ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഇൻഷുറൻസിന്റെ ട്രസ്റ്റ്വർത്തിനെസ്, വിശ്വസ്തതയും കസ്റ്റമർ സർവീസ് റെക്കോർഡും ഒക്കെ പരിശോധിക്കണം. ഇപ്പൊ നിങ്ങളും എങ്ങനെയാ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് പെട്ടെന്ന് പൈസ താമസമില്ലാതെ കിട്ടും, നല്ല ഇതാണ്, പ്രീമിയം കുറച്ചുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് നമ്മള് ഇൻഷുറൻസിനെ അല്ലെ ഓരോ ഇൻഷുറൻസ് കമ്പനികളാ അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ നല്ലൊരു വിശ്വസ്തതയുള്ള കമ്പനി അങ്ങനെ എന്താ പറയാ അത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ സർവീസ് റെക്കോർഡും ഒക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലൈം നമുക്ക് ആ അത്യാവശ്യ സന്ദർഭങ്ങളിൽ കാലതാമസം ഇല്ലാതെ നമുക്ക് കിട്ടും അല്ലെ. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഓടിച്ചാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ പോവോ? ഇൻഷുറൻസ് എടുക്കാൻ പോവോ? നമ്മളൊന്ന് ആലോചിക്കും. ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ആ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് പ്രീമിയം, എങ്ങനെയാണ്? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് എമൗണ്ട് കിട്ടുന്നതാണോ? നല്ല വിശ്വാസമുള്ളതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കും. ഏതിനു മുന്നേ? ബിഫോർ ബൈയിങ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നോക്കും. ഇനി നെവർത്തിലെസ് എന്ന് വെച്ചാൽ എങ്കിലും, എങ്ങനെയാണെങ്കിലും if it is necessary that you must reveal all the details about your health and lifestyle habit to your insurer when you buy insurance. ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും
നമ്മൾ റിവീൽ ചെയ്യാന്ന് വെച്ചാൽ വെളിപ്പെടുത്തുക അല്ലെ. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇതെല്ലാം ഇൻഷുററിനോട് പറയണം. അല്ലാതെ നമുക്കൊരു രോഗമുണ്ട് നമ്മളത് മിണ്ടാതെ മറച്ചു വെച്ചിട്ട് അങ്ങനെ പറ്റൂല. എന്താ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ ഫാമിലിയിലെ വിശേഷം മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ്, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇതെല്ലാം വെളിപ്പെടുത്തേണ്ടത് ഈ ഇൻഷുററിനോട് വെളിപ്പെടുത്താൻ, ഇൻഷുറൻസ് കമ്പനിയോട് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളുള്ള കാര്യം പറയണം. The insurer can reject the claim on your policy if you conceive or mistake any fact. ഇനി നമ്മൾ ഇൻഷുറൻസ് എടുത്തു, അപ്പൊ അവർ ഇൻഷുറൻസ് കമ്പനിനെ നമ്മൾ പറ്റിച്ചു, എന്തെങ്കിലും കാര്യങ്ങൾ, നീ ഒരു അസുഖമുള്ള ആളായിരുന്നു പക്ഷെ അസുഖം ഇല്ല എന്ന് പറഞ്ഞാണ് ഇൻഷുറൻസ് എടുത്തേ. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിലേ എന്തെങ്കിലും ഇൻഷുറൻസ് കമ്പനീനെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചൊക്കെ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിലോ അവര് ഇൻഷുറൻസ്, അപ്പൊ നമ്മളത് പിന്നീട് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ആ ക്ലൈം തന്നെ റിജക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണമെന്ന് പറയുന്നത്. The insurer can reject claims on your policy if you conceal or mistake any fact. കണ്ടോ, ഏതെങ്കിലും വസ്തുത മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറർ എന്ത് ചെയ്യും, reject the claim. Insurer can reject claim. ഇൻഷുറർ എന്ത് ചെയ്യും, ആ ക്ലൈം റിജക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പറയണത്? എന്ത് ചെയ്യണം, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ ഇൻഷുററിനോട്, ആ ഇൻഷുറൻസ് കമ്പനിയോട് വെളിപ്പെടുത്തണം. ഇനി നമ്മൾ അവരിൽ നിന്ന് മറച്ചു വെച്ച് അസുഖമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈം കിട്ടൂല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മറച്ചു വെക്കുകയാണ് അല്ലെ, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ മറച്ചു വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുററിന് ആ ക്ലൈം റിജക്ട് ചെയ്യാൻ പറ്റും. On your policy can reject claims on your policy. ക്ലിയർ ആയില്ലേ എത്രയും കാര്യങ്ങള്? ഒന്ന് വായിച്ചു നോക്കിയത്, ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണോ നോക്കിയേ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം ട്ടോ. ഏതെങ്കിലും പറയണോ ഇനി പോയിന്റ്സ്? ഓക്കെ ആണോ? ആരെങ്കിലും ഒക്കെ ഒന്ന് തമ്പിടോ വായിച്ചു നോക്കി കഴിഞ്ഞെങ്കിൽ? ഓക്കെ ആണല്ലേ. ഇനി ഉണ്ടല്ലോ നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചറാ കൊടുത്തേക്കണത്. പിക്ചർ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ഇതും ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല കേട്ടോ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ് ആണ് കൊടുത്തേക്കുന്നത്. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലൈം പ്രോസസ്. അപ്പൊ അവരെങ്ങനെയാണ് അവർക്കുടെ ക്ലൈം കൊടുക്കുന്നത്, അവർക്കുടെ ഇൻഷുറൻസ് ആ പൈസ അവരെങ്ങനെയാണ് അത് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് പേഷ്യൻസിന് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കണേ എന്നുള്ളതാണ് ആ ഒരു പിക്ചർ കൊടുത്തേക്കുന്നത്. നമുക്ക് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിന് മുന്നേ 2 മിനിറ്റ് പെട്ടെന്ന് പോയി എന്തെങ്കിലും ഇത്തിരി വെള്ളമോ 1 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറിൽ ഞാൻ എടുക്കാം കേട്ടോ. കഴിഞ്ഞ മൺഡേ നിങ്ങൾക്ക് ആതിര മിസ് അല്ലേ കണ്ടിന്യൂ ചെയ്തെടുത്തത് 1.5 മണിക്കൂർ. അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ചാപ്റ്റർ തീർക്കാലോ എന്ന് വിചാരിച്ചാ. ഇപ്പൊ 4th മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും തീരും. ഇനി പിന്നെ നിങ്ങൾക്ക് 2 ദിവസം കിട്ടും. നിങ്ങൾക്ക് ബുധനും വെള്ളിയും
അപ്പൊ അപ്പത്തേക്കും നിങ്ങൾക്ക് ഇനിയിപ്പോ ക്ലാസ്സിലെ ഞാനപ്പോ നിങ്ങൾക്ക് റിവിഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് 3rd 4th മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും എളുപ്പമായിരിക്കും. നിങ്ങൾക്കിപ്പോ 2 മണിക്കൂർ നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ 1 അരമണിക്കൂർ എടുത്ത്. ഇതിപ്പോ അധികം വലിയ കാര്യമൊന്നുമില്ല, വേഗം ഒന്ന് പറഞ്ഞു പോകേണ്ട കാര്യമുള്ളൂ. നമ്മൾ തീർന്നു കഴിഞ്ഞാൽ 2 ക്ലാസ്സിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും നോക്കാം. ഫസ്റ്റ് സെക്കൻഡും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചതാണ്, ചെറിയ ചാപ്റ്റർ ആണ്, എല്ലാവരും ഓക്കെ ആണ്. 3rd 4th ആണ് ഇത് ഇച്ചിരി വലിയ ചാപ്റ്ററുകൾ അല്ലെ. അപ്പൊ ഒരു ദിവസം നമുക്ക് 3rd മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററുകളും ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 4th മൊഡ്യൂളിലെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. 2 ക്ലാസ്സും ഇനി റിവിഷൻ ആയിട്ട് തരാം കേട്ടോ. ഓക്കെ, എല്ലാവരും വെള്ളം കുടിച്ചിട്ട് 2 മിനിറ്റ് വേഗം പോയിട്ട് വാ. എത്ര പേരുണ്ട്? 31 പേരുള്ളൂ. ഓക്കെ, ഇത് നമ്മള് തീർക്കാം നമുക്ക് ഈ ചാപ്റ്റർ കേട്ടോ. 2 മിനിറ്റ് കേട്ടോ. ഓക്കെ. ഓക്കെ, വെള്ളം കുടിക്കാൻ പോയവരൊക്കെ എത്തിയോ? അത് ആ വഴിക്കൊന്ന് പോയോ വെള്ളം കുടിച്ചിട്ട്? എത്തിയോ? പോയവരൊക്കെ എത്തിയോ ഇവിടെ? എത്തി. ഓക്കെ, സജ്ജന ശ്രീലക്ഷ്മി എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ തുടങ്ങാം. ബാക്കിയുള്ളവർ വരട്ടെ. നോക്കിയേ, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റില്? ഓക്കെ. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റില്? ഇല്ല. ഇപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ ഇച്ചിരി കൂടി വലുതാക്കിയതാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? മാക്സിമം ഞാൻ ഓക്കെ, ഇപ്പൊ വായിക്കാൻ പറ്റല്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എനിക്ക് വായിക്കാൻ. ഇപ്പൊ നോക്കിയേ, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ് കൊടുത്തേക്കുന്നത്. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്. അവിടെ ഒരു പടം കാണുന്നുണ്ടാവും, കണ്ടോ? ഒരു മൊട്ടത്തലയൊക്കെ വെച്ചിട്ടുണ്ട്. ആരാന്നറിയോ? അതാണ് നമ്മുടെ കസ്റ്റമർ, പേഷ്യന്റ് ആണ്, ആയിരിക്കുന്ന ആള്. അപ്പൊ ആദ്യം തന്നെ നോക്കിയ എന്താന്ന് വെച്ച് നോക്കി, കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. എന്താണ്? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ കസ്റ്റമർ സമീപിക്കും. ഇതാണ് ആദ്യം തന്നെ. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അവർക്ക് ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചിലത് ക്യാഷ്ലെസ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ആ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ കസ്റ്റമർ സമീപിക്കുന്നു. ഒന്നാമത്തെ പിക്ചർ ആട്ടോ. കസ്റ്റമർ സമീപിക്കുന്നു എന്തിനു വേണ്ടി? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്. എവിടെ? ഹോസ്പിറ്റലിലെ നെറ്റ്വർക്കിന് സമീപിക്കുന്നു.
ഇനി അടുത്ത നോക്കിയേ, ഹോസ്പിറ്റൽ വെരിഫൈ ദ കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ ഫാക്സ്. എന്താ ഈ ഹോസ്പിറ്റലില് വെരിഫൈ ദ കസ്റ്റമർ ഡീറ്റെയിൽ. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് അയക്കും, ആ ബജാജ് അലയൻസ് കമ്പനിയിലെ അതിലേക്ക് ഫാക്സ് ചെയ്യും. ഉണ്ടോ, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നു, ബജാജ് അലയൻസിലേക്ക് ഫാക്സ് മുഖേന എന്ത് ചെയ്യുന്നു, ബജാജ് അലയൻസിലേക്ക് ഫാക്സ് മുഖേന ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തെ എന്താ ചെയ്യണേന്ന്, കസ്റ്റമറിന്റെ ഡീറ്റെയിൽ ആദ്യം ഹോസ്പിറ്റൽ വെരിഫൈ ചെയ്യും. ഹോസ്പിറ്റല് വെരിഫൈ ചെയ്തതിനു ശേഷം ബജാജ് അലയൻസ് ആ കമ്പനിയിലേക്ക് ഫാക്സ് മുഖേന അയച്ചു കൊടുക്കും, ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ഇനി Bajaj Alliance verify the pre-auth details with the policy benefits and send response to the hospital. എന്ത് ചെയ്യുന്നു, ഈ ബജാജ് അലയൻസില് ആ ഫാക്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫാക്സ് മുഖേന അയച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽ, ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ബജാജ് അലയൻസ് വെരിഫൈ ചെയ്യും. കണ്ടോ, ബജാജ് അലയൻസ് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യുന്നു, ഹോസ്പിറ്റലിലേക്ക് അവരുടെ റെസ്പോൺസ് അയച്ചു കൊടുക്കും. ഹോസ്പിറ്റലിലേക്ക് അവരുടെ റെസ്പോൺസ്, അപ്പൊ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ റെസ്പോൺസ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും. ആ റെസ്പോൺസ് അവര് അയക്കുന്നത് എങ്ങനെയാ, ഒന്നില്ലെങ്കിൽ അപ്രൂവ്ഡ് എന്നായിരിക്കും, ഒന്നില്ലെങ്കിൽ എങ്ങനെയാ അയക്കുന്നത്, അപ്രൂവ്ഡ് എന്നായിരിക്കും. എല്ലാം ഓക്കെ ആണ്, എല്ലാം അവര് നോക്കി വെരിഫൈ ചെയ്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമറിന്റെ ആ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത് എല്ലാം ഓക്കെ ആണ് എന്ന് പറയും. ഓക്കെ ആണെങ്കിലും അവരെന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും. ബജാജ് അലയൻസ് എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഒരു റിസൾട്ട് വന്നതാട്ടോ, ബജാജ് ആ റെസ്പോൺസ് ചിലപ്പോ എങ്ങനെയാകാം, അപ്രൂവൽ ആകാം, അല്ലെങ്കിൽ ഡിനൈൽ. ഡിനൈൽ എന്ന് പറഞ്ഞ എന്താ, നിഷേധിക്കും. അവര് അപ്രൂവ് ചെയ്യൂല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, അത് ഡിനൈൽ ആകാം, നിഷേധിക്കാം. അല്ലെങ്കിൽ എന്താണ്, ക്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടി അന്വേഷിക്കാണ്ടെന്ന് പെൻഡിങ്ങിൽ വെച്ചേക്കാം, അത് കുറച്ച് ഡോക്യുമെന്റ്സുകളൊക്കെ കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട്, അവർക്കൊന്നുകൂടി ആ ബജാജ് അലയൻസിന് ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പച്ച ഇതിനകത്ത് ടിക്ക് മാർക്ക് കൊടുത്ത എന്താ റെസ്പോൺസ് എങ്ങനെയാ, അപ്രൂവ്ഡ്. ഇനി അടുത്തത് നോക്കിയാൽ റെഡ് ഇതാക്കി ക്രോസ് കൊടുത്താൽ ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഡിനൈൽ, അത് നിഷേധിക്കുന്നു. അല്ലെങ്കിൽ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കാ, എന്താണ് അവിടെ കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് എന്നുള്ളതായിട്ട് അങ്ങനെ പെൻഡിങ് വെക്കുകയാണ്. ഇനി അപ്രൂവൽ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. അപ്രൂവൽ ലെറ്റർ എങ്ങോട്ട് അയക്കും, സെൻഡ് ബൈ ദ ബജാജ് അലയൻസ് അപ്രൂവൽ ലെറ്റർ അയക്കും. അപ്രൂവൽ ലെറ്റർ കമ്പനി എന്ത് ചെയ്യുന്നു, ബജാജ് അലയൻസ് കമ്പനി ഇൻഷുറൻസ് കമ്പനി അപ്രൂവൽ ലെറ്റർ ഹോസ്പിറ്റലിലേക്ക് അയക്കും. മനസ്സിലായോ, അപ്രൂവൽ ലെറ്റർ ബജാജ് അലയൻസ് കമ്പനി ഹോസ്പിറ്റലിലേക്ക് അയക്കും. Then denial ആണെങ്കിൽ എന്ത് ചെയ്യും, denial letter sent by the Bajaj Alliance. Bajaj Alliance company denial letter അയക്കും. Then query എന്താണ്, ക്യൂറി അത് പെൻഡിങ് ആണ്, അത് കുറച്ചുകൂടി ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ള ക്യൂറി ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. അപ്പൊ അത് ഏതാണോ അവർക്കുള്ള റെസ്പോണ്ട് അറിയിക്കുകയും അതുപോലെ ആ ലെറ്റർ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും ചെയ്യും. ഇവിടെ വരെ ക്ലിയർ ആയോ, ഇവിടെ വരെ ക്ലിയർ ആയോ? പേഷ്യന്റ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അല്ലെ, എന്നിട്ട് ആ ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് അവര് ഫാക്സ് മുഖേന ആ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ അവരുടെ റെസ്പോണ്ട് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു, തിരിച്ചയക്കുന്നു. അത് ഒന്നില്ലെങ്കിൽ അപ്രൂവൽ ആകാം, അല്ലെങ്കിൽ ഡിനൈൽ ആകാം, അല്ലെങ്കിൽ ക്വറി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പെൻഡിങ്, അത് കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ടെന്ന് ആകാം. അത് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്രൂവ് ആണെങ്കിൽ അപ്രൂവൽ ലെറ്റർ അയച്ചു കൊടുക്കും, ബജാജ് അലയൻസ് കമ്പനി ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും.
ഇനി നോക്കിയേ, ഇനി അപ്രൂവഡ് ആണെങ്കിൽ അപ്രൂവൽ ലെറ്റർ കൊടുക്കൂലേ ഹോസ്പിറ്റലിലേക്ക്? അന്നേരം എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റല് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇൻഷുറൻസ് അവർ ഓക്കെ ആക്കിയല്ലോ, അപ്രൂവ് ചെയ്തല്ലോ. ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ദ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്, ഒരു ഡെപ്പോസിറ്റ് ഒന്നും മേടിക്കാതെ. വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്, ഒരു ഡെപ്പോസിറ്റ് ഒന്നും മേടിക്കാതെ. അതുപോലെ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ചെയ്തോളെ. ഇനി ഡിനൈ ലെറ്റർ ആണ് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റല് ഡിനൈലാന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽ ആ പേഷ്യന്റിന് വിടാൻ പറ്റുമോ? ഹോസ്പിറ്റലിലേക്ക് വന്ന പേഷ്യന്റിനെ അയ്യോ ഇൻഷുറൻസ് ഒന്നും ശരിയായിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയല്ല, നിങ്ങൾ പൊക്കോന്നും പറഞ്ഞ് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും പേഷ്യന്റിനെ. കണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ്. എങ്ങനെയാ? ക്യാഷ് പേഷ്യന്റ് ആയിട്ട് പൈസ കൊടുക്കണം അവര്. എന്നുവെച്ചാൽ ഇൻഷുറൻസ് കാര്യം ശരിയായിട്ടില്ല, പക്ഷെ അവര് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് കൊടുക്കും, പക്ഷെ പേഷ്യന്റ് ക്യാഷ് കൊടുക്കണം. അതാ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലില് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ ബില്ലുകൾ വരുന്നത് പേഷ്യന്റിന് പേ ചെയ്യേണ്ടി വരും. ആ ബില്ലുകൾ വരുന്ന ബില്ലെല്ലാം പേഷ്യന്റ് അടയ്ക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, hospital admit the patient as a cash patient and the patient has to pay the bill. ആ patient ബില്ല് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, നമ്മൾ അവിടെ പറഞ്ഞില്ലേ ക്യൂറി ലെറ്റർ ആണെങ്കിൽ എന്താന്ന് പറഞ്ഞില്ലേ? എന്താ? ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ റിപ്ലൈ ഫോർ ക്യൂറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടർ. എന്താണ്? ഡോക്ടറിനോട് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് ആ ക്ലൈമിന് അർഹതയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ക്ലൈം അവിടെ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. അതാണ് ഒന്നുകൂടി അവര് എന്ത് ചെയ്യുന്നു? ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ക്ലൈമിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റ് ക്ലൈമിന് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെ അപ്രൂവ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിലേ ചെയ്യാം, ക്ലൈം അവരെ കളയാം, നിഷേധിക്കാം. ഇനി നോക്കിയേ, ഇനി ഇവിടെ നോക്കിയേ, അപ്രൂവൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നേരെ അഡ്മിറ്റ് ചെയ്തു, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്, പൈസയൊന്നും വേണ്ട അങ്ങനെ. ഇനി അപ്പൊ അങ്ങനെ നോക്കിയേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ pay non-medical expenses and co-payments before discharge from the hospital. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ അതിനോടൊപ്പം തന്നെയുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ, കോ പേയ്മെന്റ്സുകളൊക്കെ ഈ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. നോൺ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ അതെല്ലാം ഇൻഷുറൻസ് കമ്പനി അഫോർഡ് ചെയ്യും. ഇനി ഇവിടെ നോക്കി എന്താണ്? ഹോസ്പിറ്റല് ക്യാഷ് പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തു, പേഷ്യന്റ് എല്ലാ ബില്ലും കൊടുക്കണം, അങ്ങനെയുള്ള കാര്യത്തിന് എന്ത് പറ്റും? ക്ലൈം ഫോർ റീഇംബേഴ്സ്മെന്റ്, തിരിച്ചടവിന്. അപ്പൊ ഇങ്ങനെ വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം അല്ലെ? ഇനി ആ ഡോക്യുമെന്റ്സിൽ എന്താ പോരായ്മകൾ വന്നത്, എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കി അതൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്താ ഇൻഷുറൻസ് കമ്പനി റീഎംബേഴ്സ്മെന്റ്, നമ്മള് ഹോസ്പിറ്റലിൽ അടച്ച പൈസ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും. അങ്ങനെ റീഎംബേഴ്സ്മെന്റ്, ക്ലൈം ഫോർ റീഎംബേഴ്സ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? ആ ഒരു പിക്ചർ എന്താന്നുള്ളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് ഓക്കെ, ഇങ്ങനെയാണ് ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ക്ലൈം പ്രോസസ് ചെയ്യുന്നത് അവർക്കിടെ. ഓക്കെ ആണ് അല്ലെ? ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഉള്ളൂ, നമ്മള് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ, എക്സിക്യൂട്ടീവ് ഓർ മാനേജർ. അവിടെ ഒരു സ്ലാഷ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ. എന്തൊക്കെയാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ? അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ട്? ഇതും പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും പഠിക്കാനുള്ള, അപ്പൊ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ചോദിച്ചാൽ നമുക്ക് വേഗം ഇതിലുള്ളതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. കൺഫ്യൂസ്ഡ് ആവാനില്ല, വേറെ ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് നമുക്ക് പഠിക്കാനില്ല. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം നമുക്ക് കേട്ടോ.
റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ ആർക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഓക്കെ, റെസ്പോൺസിബിൾ എന്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്? ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Who is responsible for supervising the insurance operation? Ara insurance executive or manager. Responsible for supervising the insurance operation. Insurance ന്റെ പ്രവർത്തനങ്ങൾ അതിനെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. Responsible for supervising the insurance operations. ഇൻഷുറൻസ് പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഡിസൈനിങ്, ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക, ട്രെയിനിങ് പരിശീലനം കൊടുക്കുക, ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾ. ഇൻഷുറൻസ് പ്രോട്ടോകോൾ അനുസരിച്ച് എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കുക, അവിടെ ഓരോ ഇൻഷുറൻസ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക. ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്തവും ഈ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെ മാനേജറിന് ഉണ്ട്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി അടുത്ത് നോക്കി, രണ്ടാമത്തെ പോയിന്റ് എന്താ? സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. മെഡിക്കൽ സർവീസിന്റെ ഒരു നടത്തിപ്പ്, അതിന്റെ മേൽനോട്ടം. സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എല്ലാത്തിന്റെയും അഡ്മിനിസ്ട്രേഷൻ ആണ്. സൂപ്പർവൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസുകള്, കോർപ്പറേറ്റ് പേഷ്യൻസിനുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസുകളുടെ ഒരു മേൽനോട്ടം, അതിന്റെ ഭരണപരമായിട്ടുള്ള ഒരു മേൽനോട്ടം നടത്തുക. സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത നോക്കിയേ, പ്രോസസിംഗ് ഓഫ് പേഷ്യൻസ് ഇൻഷുറൻസ് ക്ലെയിം. പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസിംഗ് ചെയ്യുക. പ്രോസസിംഗ് ഓഫ് പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലെയിം, പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ചെയ്യുക. അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ തയ്യാറാക്കുക, നടത്തുക. അടുത്തതാണ് എഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം. എഫക്റ്റീവ് കൊളാബറേഷൻ, ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള സഹകരണം. എഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള സഹകരണം. അടുത്ത നോക്കിയേ, ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യുക, പരമാവധിയാക്കുക. To maximize patient satisfaction. എല്ലാ രീതിയിലും എല്ലാ ക്ലെയിം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് പേഷ്യൻസിനൊക്കെ നല്ലൊരു സംതൃപ്തി, അത് പേഷ്യന്റിന്റെ സംതൃപ്തി പരമാവധിയാക്കുക. To maximize patient satisfaction. പേഷ്യന്റിന്റെ സംതൃപ്തി പരമാവധിയാക്കുക. അടുത്ത നോക്കിയേ, to enhance the image of the hospital. ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക, എൻഹാൻസ് ചെയ്യുക. ടു എൻഹാൻസ് വർദ്ധിപ്പിക്കുക, മെച്ചപ്പെടുത്തുക. ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുക. അടുത്ത നോക്കിയേ, ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ആക്യുറസി അക്കോർഡിംഗ് ടു എഗ്രിമെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ എഗ്രിമെന്റ് പ്രകാരം, നമ്മുടെ ആ കരാറ് പ്രകാരം അതിന്റെ ഇൻഷുറൻസിന്റെ ഒക്കെ കൃത്യതയില്ലേ, അത് ഉറപ്പാക്കാനായിട്ട് ക്ലെയിമുകള് റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുക. ടു റിവ്യൂ ഇൻഷുറൻസ് ക്ലെയിംസ്. ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക. എന്തിനു വേണ്ടി? ടു എൻഷുർ ആക്യുറസി അക്കോർഡിംഗ് ടു എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ ആക്യുറസി അത് ഉറപ്പുവരുത്താനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ ഒന്നുകൂടി അവലോകനം ചെയ്യുക, ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. അടുത്ത നോക്കിയേ, ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. ക്രിട്ടിക്കൽ പ്രശ്നങ്ങള്, ഇഷ്യൂസ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക.
ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂസ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ക്രിട്ടിക്കൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുക. അടുത്ത നോക്കിയേ, ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്. മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. എല്ലാ മാസവും മന്ത്ലി റിപ്പോർട്ട്, മാസം അവസാനം ഈ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക, മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. അടുത്ത നോക്കിയേ, ടു അറ്റൻഡ് and to organize the insurance presentation internally or externally. Internally or externally insurance presentation അത് അറ്റൻഡ് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അതിൽ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ പങ്കെടുക്കുക കേട്ടോ, പങ്കെടുക്കുക. ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ഇൻഷുറൻസ് പ്രസന്റേഷൻ, ഇന്റേണൽ ആയിട്ടുള്ളതോ എക്സ്റ്റേണലി പുറമേയുള്ളതോ ഇൻഷുറൻസ് കാര്യങ്ങളുടെ പ്രസന്റേഷൻ അത് അവതരിപ്പിക്കുമ്പോഴേ അതിൽ പങ്കെടുക്കുകയും അതിന് വേണ്ട ഓർഗനൈസ് അതിന് സംഘടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് വീക്ക്ലി. ടു കണ്ടക്ട് ചെയ്യുക ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് ആഴ്ചതോറും വീക്ക്ലി ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അടുത്ത് നോക്കിയേ, ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻ. എന്ത് ചെയ്യുക, ഇൻഷുറൻസ് ഡിസ്കൗണ്ട് റിജക്ഷൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻ. ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകള് റിജക്ഷനുകള് ഇതൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ടു മോണിറ്റർ. അടുത്ത് നോക്കിയേ, ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. ടു മേക്ക് ഷുവർ ദാറ്റ് എന്ത് ഉറപ്പുവരുത്തുക, ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തില് ഇൻഷുറൻസ് സ്കീമുകള് അപ് ടു ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തില് ഇൻഷുറൻസ് സ്കീമുകളെല്ലാനും അപ് ടു ഡേറ്റ് ആണ്, എല്ലാം കൃത്യമായിട്ട് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. സൂപ്പർവിഷനില് സൂപ്പർവിഷനിലുള്ള സ്റ്റാഫിന്റെ ട്രെയിനിങ്ങുകള് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാം. To provide required training to staff under supervision. മേൽനോട്ടത്തിലിരിക്കുന്ന സ്റ്റാഫുകള് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. To provide required training to staff under supervision. ഇനി അടുത്ത് നോക്കിയേ, assume new responsibilities as and when needed. assume ഏറ്റെടുക്കുക. പുതിയ റെസ്പോൺസിബിലിറ്റീസ് ആവശ്യമുള്ളപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. assume ചെയ്യുക, ഏറ്റെടുക്കുക. assume new responsibilities as and when needed. പുതിയ റെസ്പോൺസിബിലിറ്റീസ് ആവശ്യമുള്ളപ്പോൾ അത് ഏറ്റെടുക്കുക. അത്രയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് വേണമെങ്കിൽ പോകുന്നുള്ള രീതിയിൽ ചോദിക്കാം. ബാക്കിയിട്ട് അവിടെ റെസ്പോൺസിബിലിറ്റിയിൽ വല്ല ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആവില്ല. നേരെ നിങ്ങൾക്ക് നോക്കി എഴുതാം. ഒന്നോ രണ്ടോ പ്രാവശ്യം അതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ ആണോ? പിന്നെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ 10 മിനിറ്റ് മുന്നേ നിർത്താം കേട്ടോ. ഓക്കെ, കുറെ നേരമായി നിങ്ങൾ 1.5 മണിക്കൂറായി കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങനെ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഇനി നെക്സ്റ്റ് നമുക്ക് വെനസ്ഡേ അല്ലേ നമുക്ക് വരുന്നത്. വെനസ്ഡേ നമുക്ക് ആ 3ാമത്തെ മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററുകളും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ.
ഓക്കെ അല്ലേ? റെസ്പോൺസിബിലിറ്റി ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും ഇല്ല, നമുക്ക് വേറെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ പാകത്തിനൊന്നും ഇല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യണോ ഇൻക്ലൂഡ് ചെയ്യണേ നോക്കിയാൽ വേഗം നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടല്ലോ, 1ഉം 2ഉം ഒന്നും അണ്ടർലൈൻ ചെയ്തിട്ട്. ഹൂ റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിങ് ഇൻഷുറൻസ് ഓപ്പറേഷൻ ആൻഡ് ഡിസൈനിങ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയാം, ഒരെണ്ണം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഹൂ സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ഇൻഷുറൻസ് ഇത് കാണുമ്പോഴും അറിയാം നിങ്ങൾക്ക് കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. റിവിഷൻ ആണ് അടുത്ത ക്ലാസ്സിലും അടുത്ത 2 ക്ലാസ്സുകളും നമുക്ക് റിവിഷൻ എടുക്കാം. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.